ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കലാസൃഷ്ടിയാണ്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണിത്. ഏകദേശം 700 മീറ്റർ നീളം വരുന്ന ഈ മതില് മൊത്തത്തിൽ മ്യൂറൽ ശില്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു സ്കൂൾ പ്രൊജക്ടിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സ്കൂൾ പ്രൊജക്ട് എയിമിംഗ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. പേസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് സ്കൂൾ വിഭാവനം ചെയ്തതായിരുന്നു ഒരു മ്യൂറൽ ശില്പങ്ങൾ അടങ്ങിയ മതിൽ. അതിനുവേണ്ടി അവർ സമീപിച്ചത് സുരേഷ് കെ നായർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറെയായിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ പ്രൊഫസറായിരുന്നു സുരേഷ് കെ നായർ. ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മതിലിനെ 25 പാനലുകളാക്കി തിരിച്ചിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. ഇതിൽ പ്രാദേശിക ചരിത്രം, സംസ്കാരം, പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്ന 25 പാനലുകളാണ് ഉള്ളത്. അലുമിനി അസോസിയേഷൻ വഴി ഫണ്ട് കൂടി കിട്ടിയതോടെ പ്രൊജക്ട് ഓണായി. സുരേഷ് കെ നായരും അദ്ദേഹത്തിന്റെ 12 ശിഷ്യന്മാരും കൂടിയാണ് ഈ ചുമർ ചിത്രം പൂർത്തിയാക്കിയത്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, PT ഭാസ്കര പണിക്കർ, കന്നാട്ടിൽ രാമനെഴുത്തച്ഛൻ തുടങ്ങിയവരുടെ ഛായാചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രം ഇവിടെ ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ച സ്കൂളിലെ ക്ലാർക്കിന്റെ ചിത്രമാണ്. കൂടാതെ പ്രാദേശിക കലാരൂപങ്ങളായ നിഴൽപ്പാവകളി, തോൽപ്പാവക്കൂത്ത്, തെയ്യം, തിറ മുതലായ കലാരൂപങ്ങളും ഈ ചുമർ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ചെർപ്പളശ്ശേരിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചിത്രവും ഈ ചുമരിൽ ഉൾപ്പെടുന്നു. പക്ഷേ മതിലിന് വാൾ ഓഫ് പീസ്, സമാധാനത്തിന്റെ മതിൽ എന്ന് പേര് വരാൻ കാരണം ഇതൊന്നുമല്ല. സമാധാനം എന്ന വാക്ക് 250 ഭാഷകളിലാണ് ഈ ചുമരിൽ എഴുതിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ഈ കലാസൃഷ്ടി പക്ഷേ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമാണ്. വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് വാൾ ഓഫ് പീസിനെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്നത്. ചെർപ്പളശ്ശേരി ഭാഗത്ത് പോകുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കലാസൃഷ്ടിയാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടുള്ളതല്ല.